ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറിയൊരു പേഴ്സണൽ ട്രിപ്പ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ കാക്കനാട് CNG പമ്പിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ ഒരു 6:45 അപ്പോൾ നമ്മൾ CNG കഴിഞ്ഞിട്ടുണ്ട്, വാണിംഗ് ലൈറ്റിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ കൂളൻ്റ് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് വാങ്ങണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ മറന്നു. അപ്പോൾ ഇന്നലെ ഓട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ നമ്മൾ അരുക്കുറ്റി പോയപ്പോഴൊക്കെ അവിടെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നല്ലോ. അപ്പോൾ പിന്നെ ഇന്നെന്തായാലും ഇപ്പോൾ അത് ഒഴിച്ചിട്ടേ നമ്മൾ ഓട്ടം തുടങ്ങണുള്ളൂ. കാരണം അത് ഇപ്പോൾ ഒരു കുറച്ചിൽ കിടക്കായിരുന്നു, ഇപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ടാങ്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഇന്നലെ രാത്രി നോക്കുമ്പോഴൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇറങ്ങി നോക്കി, ഒരു 8-9 മണി സമയമായപ്പോൾ. അപ്പോൾ പമ്പിൽ 3 പമ്പിൽ പോയി. 3 പമ്പിലും ഒരു പമ്പിൽ റെഡ് കളർ എന്തോ ആണ്, മറ്റു വേറെ കളർ എന്തോ ആണ്. നമ്മളിലുള്ളത് പച്ചയാണ്. അപ്പോൾ പിന്നെ പച്ചനെ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ 2 പമ്പ് അടച്ചേക്കായിരുന്നു സമയം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ കാക്കനാട് പമ്പിൽ എന്താ അവസ്ഥ നോക്കട്ടെ. ഏകദേശം പമ്പുകളൊക്കെ തുറന്നിട്ടുണ്ടാവും, 6:45-7 മണി ആവാനായല്ലോ. എന്തായാലും അവിടെ ചെന്ന് നോക്കട്ടെ, കൂളൻ്റ് വാങ്ങട്ടെ. പിന്നെ കൂളൻ്റ് ഇപ്പോൾ കിട്ടിയിട്ടും കാര്യമില്ല, വണ്ടി ഇനി അത് ചൂടാറണ്ടേ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അത് മറ്റേ ചൂടാറിയില്ലെങ്കിൽ തെറിക്കും എന്നൊക്കെ പറയണേക്കാം. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കൂളൻ്റ് വാങ്ങിയിട്ട് ചായം കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാം. എന്നിട്ട് ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കൂളൻ്റൊക്കെ പറഞ്ഞതിന് ശേഷം ക്ലിയർ ചെയ്തതിന് ശേഷം ഇറങ്ങാം. അപ്പോൾ ഏതായാലും നമ്മളെ കാക്കനാട് പമ്പിലേക്ക് എത്താനായിട്ട് നമ്മളെ CNG ബ്ലിങ്കിങ്ങിലാട്ടോ. വേഗം പോയിട്ട് ആദ്യം ഫുൾ ടാങ്ക് CNG അടിക്കാം. അവിടെ ചിലപ്പോൾ വരി ഉണ്ടാവും, രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാ വണ്ടികളും നേരെ CNG അടിക്കാൻ വരും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കുണ്ടാവലുണ്ട് രാവിലെ ഇവിടെ. CNGക്ക് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, ആകെ 2 വണ്ടിയേ ഉള്ളൂ. അടുത്ത വണ്ടി നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മളങ്ങനെ CNG അടിച്ചിട്ടോ. CNG 715 രൂപ കേട്ടോ ആയത് ഫുൾ ടാങ്കിന്. അപ്പോൾ 196 കിലോമീറ്ററാണ് കഴിഞ്ഞതിൽ ഓടിയത്. പിന്നെ നമ്മളെ ഒരു കൂളൻ്റും വാങ്ങിയിട്ടുണ്ട്, 1 ലിറ്ററിൻ്റെ പച്ച കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ പടമുകൾ നമ്മളെ CNG പമ്പിൽ നിന്ന്. 360 രൂപയാണ് ഇതിലുള്ളത്. MRP 330 തന്നത്. അപ്പോൾ ഇനി ഇതവിടെ കൊണ്ടുപോയിട്ട് ഒഴിക്കണം. ഇത് റൂമിൽ കൊണ്ടുപോട്ടെ, എന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ കുറച്ചേരം റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് തണുത്തോളും. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂളൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് ചപ്പാത്തി ഉണ്ട് ഒരു പാക്കറ്റ്, അപ്പോൾ അതിക്കുള്ള കറി ഉണ്ടാക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കട്ടെ. കൂളൻ്റെ ജസ്റ്റ് ഒന്നേ അത് ചൂടാറണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തുറക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളെ സനലേട്ടൻ പറഞ്ഞ് മറ്റേ സ്റ്റാർട്ടിങ്ങിൽ അത് തുറന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, വണ്ടി ഓഫ് ചെയ്തിട്ട് തുറക്കുമ്പോഴേ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ, വെറുതെ എന്തിനാ മുഖമൊക്കെ പൊള്ളിയാലേ തെറിക്കും. അപ്പോൾ ഏതായാലും പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. 7:15 കേട്ടോ അപ്പോൾ സമയം. ചായയൊക്കെ കുടിച്ചിട്ട് ആക്കം പോലെ ഇറങ്ങാം. അങ്ങനെ കേസ് നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ സമയം 9:07 ആയിട്ടുണ്ട്. വണ്ടിയൊക്കെ നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, റൂമിൻ്റെ ഓണറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം താത്ത പറഞ്ഞ് മറ്റേ ഈ മാസം കണ്ടില്ലല്ലോ, അപ്പോൾ സംഭവം മറ്റേ നമ്മളെ റെൻ്റ് കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടാണത് പറയണത്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ 20-ാം തീയതി ആയിക്കണം, 18-ാം തീയതിയാണ് നമ്മളെ റെൻറ്റിൻ്റെ ഡേറ്റ്. അപ്പോൾ ആ പൈസ ഒന്ന് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെ കൂളൻ്റെ അത് വരട്ടെ. അപ്പോൾ നമ്മളെ കൂളൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, 1 ലിറ്ററിൻ്റെ കൂളൻ്റാണ്. ഇത് ഫുള്ള് ഞാൻ ഒഴിക്കണില്ല, കാരണം നമ്മളെ കിലോമീറ്റർ സർവീസിൻ്റെ കിലോമീറ്റർ ഇനി ഒരു 3000 കിലോമീറ്ററും കൂടി ആയാൽ 90-ൻ്റെ സർവീസ് ചെയ്യാനായിക്കണം. 87,315 ആയി. അപ്പോൾ ഇനി ഏകദേശം ഒരു 2,500 സംതിങ് ഉള്ളൂ കിലോമീറ്റർ. അപ്പോൾ അത് എന്തായാലും അവർ ഒന്നല്ലെങ്കിൽ ടോപ്പപ്പ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഫുള്ളായിട്ട് കഴിച്ചിട്ട് എടുക്കുക. എന്തെങ്കിലും അറിയില്ല, ഓയിലാണല്ലോ അല്ലേ ഫുള്ള് കഴിച്ചിട്ട് എടുക്കുക. ഇത് ചിലപ്പോൾ ടോപ്പപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിക്കണുള്ളൂ. പിന്നീട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒഴിക്കാമല്ലോ. അപ്പോൾ ഏതായാലും ഒഴിക്കട്ടെ. ഇപ്പോഴും സാധനം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഈ സാധനം കണ്ടോ, ഈ വയറും പോണ സാധനം, ഇതിന്മേൽ നല്ല ചൂടുണ്ടാവും. ഇതിമത്തെ ചൂടും ഏകദേശം മാറിയുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അത് പെട്ടെന്ന് ചൂടാവും. സൈലൻസർ ഓണ് അല്ലേ. അപ്പോൾ ഇനി ഇതൊന്ന് അയച്ചു നോക്കട്ടെ, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഞാൻ ഇത് നേരത്തെ അയച്ചു നോക്കിയാണ് കേട്ടോ, അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെ അയച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പൈപ്പും ഒന്നും കാണാനില്ല കണ്ടോ, ഇതിൻ്റെ പൈപ്പ് ചെറിയൊരു നനവുള്ളൂ. അപ്പോൾ അത് ഫുള്ള് കാര്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിലൊഴിക്കണം എന്നാണ് സനൽ പറഞ്ഞത്, ഇതിലൊഴിച്ചിട്ട് പിന്നെ ഇതിലൊഴിക്കുക. ഇതിപ്പോൾ ഇതിൽ കുറച്ച് കാണുന്നുണ്ട് ഇതുണ്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും വലിയ പ്രശ്നം സംഭവിക്കാത്തത്. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ ഇന്നലെ പിന്നാന്നൊരു ഇത്തിരി കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു കുപ്പി റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുണ്ടായപ്പോൾ ഞാൻ അധികം ഒഴിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ രാത്രി നോക്കുമ്പോൾ ഇതിലുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ വണ്ടി എടുത്തപ്പോൾ എന്തെങ്കിലും വന്നതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൽ ഒഴിക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മളെ സാധനം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി, കാരണം ഇത് ക്ലീൻ ആക്കണോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഒരു സാധനം കാണുന്നുണ്ട്. ആ വളവ് തുറന്നാൽ ഇതിൻ്റെ പഴയത് ഇതിലുള്ളത് സാധനം പോകും. നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു
2700 കിലോമീറ്റർ കൂടി ആയി നമ്മൾ എന്തായാലും ഷോറൂമിൽ കയറ്റാം. അപ്പോൾ അവരെന്തായാലും ചെയ്തോളും. അപ്പോൾ നമുക്ക് തൽക്കാലം വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന്മ കണ്ടോ പ്രീ മിക്സ്ഡ് എന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ചിലവർ വെള്ളം ചേർക്കലും ക്രിസ്റ്റൽ വാട്ടറൊക്കെ ചേർക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചേർക്കേണ്ടതെന്നാണ് ഞാൻ ഇപ്പോൾ കണ്ടത് പ്രീ മിക്സ്ഡിൽ. അതുകൊണ്ട് ഇപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് ക്വാളിറ്റി കുറഞ്ഞതാണ് എന്തെനിക്ക് അറിയില്ല കേട്ടോ. ഈ സാധനം വാങ്ങിയവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഇതിന് വലിയൊരു കട്ടിയില്ല. ഞാൻ നല്ലോണം ഒന്ന് കുലുക്കി നോക്കി, വലിയൊരു കട്ടിയില്ല ഈ സാധനം. അപ്പോൾ ഈ സാധനം അറിയാണ്ടോ, ഇത് കണ്ടോ കുറച്ച് തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കട്ടി ഉണ്ട് കേട്ടോ. കുറച്ച് ഒരു എണ്ണമയം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഫുള്ള് കഴിയാനായിട്ടുണ്ടാവില്ലായിരിക്കും, എന്താ അറിയില്ല. പെട്ടെന്ന് തന്നെ അത് ഫില്ലായിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ച എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, ഞാൻ ഇതിലേക്കും കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഇത് ഏകദേശം ലോൻ്റെ ഇതുണ്ടോ, ആ ഏരോൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്രക്കൊന്നും ഒഴിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏകദേശം സെൻറ്ററത്തെ വര, ലോ ഏറ്റവും താഴെയാണ്, അതിൻ്റെ മേലോടെ ഫുള്ളുണ്ട്. അതിൻ്റെ ഏറ്റവും സെൻറ്ററിലൊരു വരണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ കരുതി അത് കുറേ ഒഴിക്കേണ്ടി വരും എന്നാലേ അത് ഫില്ലാവുള്ളൂ എന്ന് കരുതിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കൂളൻ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നേരെ റൂമിലേക്ക് തന്നെ പോന്നിട്ടോ. അപ്പോൾ സമയം ഒരു 9:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മണി വരെയും കൂടി ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് വർക്കിന് ഇറങ്ങാം. അപ്പോൾ ഈ ഒരു സാധനം കേട്ടോ, ഞാൻ 2 ദിവസം മുമ്പ് കുറച്ച് ഒഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് വേറെയാണ്. അത് കാലി ബോട്ടിൽ അയക്കണു. അപ്പോൾ നമ്മളെ പുതിയ ബോട്ടിൽ അവിടെ വെച്ചുക്കണം കേട്ടോ. അതിൽ കുറേ സാധനം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കങ്ങരപ്പടിയിലൊരു വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളാകെ ഒറ്റ വട്ടേ നമ്മൾ മറ്റേ ഒരു സർവീസ് മാത്രം പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളൂ. 60,000-ൻ്റെ സർവീസാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തുനിന്നും ഒന്ന് ഷോറൂമിൽ നിന്ന് ചെയ്യണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ആ ഒരു മാസം അവിടെ നിന്ന് ചെയ്തിട്ട് തന്നെ എനിക്ക് വല്ലാണ്ട് ഒരു മനസ്സിക്കൊരു സുഖം കിട്ടിയില്ല. പിന്നെ ഒരു 10,000 കിലോമീറ്റർ ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിക്കഴിഞ്ഞു. പിന്നെ ഒരു 7,000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഞാൻ ഷോറൂമിൽ കയറ്റി. കാരണം ഷോറൂമിൽ എല്ലാവരും ഇങ്ങനെ ഷോറൂമിനെ കുറിച്ചാണല്ലോ നല്ലത് പറയാം. അപ്പോൾ ചിലവർ പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളങ്ങനെ കരുതിയിട്ട് പോയതായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും ഇപ്പോൾ ഫുള്ള് അതിന് ശേഷം ഫുള്ള് ഷോറൂമിൽ തന്നെയാണ് നമ്മൾ കൊടുക്കല്. അപ്പോൾ അന്ന് വർക്ക്ഷോപ്പിലാകുമ്പോൾ എന്താണെന്നോ, ഇങ്ങനത്തെ ഓരോ കുപ്പിൻ്റെ റേറ്റ് നമ്മൾ ബില്ലിൽ എഴുതും. എന്നിട്ട് ബാലൻസിൽ നമ്മളെ കയ്യിൽ തന്നെ തരും. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നിട്ട് കുറേ ദിവസമായി ഞാൻ അവിടെ വെച്ചിരിക്കേന്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിന് ഈ സാധനത്തിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരില്ല, ഞാൻ ഒന്നും ഷോറൂമിലല്ലേ കൊടുക്കണേ. അപ്പോൾ ഇതുവരെ എൻ്റെ കൂളൻ്റ് കഴിഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിയണത്. അപ്പോൾ ഇപ്പോൾ അത് ആവശ്യം വന്നു, കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇനി ഒന്നും കിട്ടാക്കണ്ടല്ലേ എഴുതിയിട്ട് കുറച്ച് നേരം ഒഴിച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ ഇതിന് ഡേറ്റ് നോക്കിയപ്പോൾ ഡേറ്റ് ഉണ്ടായിരുന്നു 2026 വരെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഇനി പഠിക്കാനില്ല, ഇനിയിപ്പോൾ ഇതിൽ കുറേ സാധനം ഉണ്ട്. എക്സ്പയറി ഡേറ്റ് ഒന്നും കാണാനില്ല. എക്സ്പയറി ഡേറ്റ് ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് സനിലേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി കുറച്ച് ചെയ്യട്ടെ, വർക്കിന് ഇറങ്ങണം. അങ്ങനെ കേസ് ഒരു 12:20 നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ വർക്കിന് ഇറങ്ങിക്കല്ല, വർക്കിന് ഇന്ന് ഇറങ്ങണില്ലെന്ന് ലീവാക്കി. ഇന്നിപ്പോൾ ഏതായാലും മുടി വെട്ടേ എഴുതി കുറച്ച് നേരം അങ്ങനെ ഞാനൊരു 10 മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച്. കൂളൻ്റ് വെച്ചതിന് ശേഷം പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടി ഒന്ന് വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ച്. റൂമിൽ പോയതാ പ്രശ്നം, പിന്നെ അവിടെ നിൽക്കും. ഭയങ്കര മടിയാനായിക്കണു ഇപ്പോൾ. ഇതൊക്കെ മെയിനായിട്ട് വണ്ടി എടുത്തിട്ടുള്ള പ്രശ്നമാണ്. വണ്ടി എടുത്തപ്പോൾ വണ്ടിക്കുള്ള അടവിനുള്ളതും കൂടി ഉണ്ടാക്കണില്ല. ഞാൻ ആദ്യമൊക്കെ 30,000 അടച്ചിനെ മന്തിൽ കയറ്റി അടക്കലായിരുന്നു. 4 കൊല്ലത്തിൻ്റെ 2 കൊല്ലം കൊണ്ട് തീർക്കാനുള്ള പരിപാടിയാണ്. പിന്നെ പെട്ടെന്ന് ഞാനത് 15 ആക്കി. 15 ആക്കിയതിന് ശേഷം പിന്നെ എനിക്ക് 30 ആക്കാൻ പറ്റണില്ല. പിന്നെ ഞാൻ 30 തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ നടക്കണില്ല. കാരണം 15ൻ്റെ സുഖം പിടിച്ചു, ഓർഡറില്ല. ഇപ്പോൾ അതാ 15 കൂടി ഓർഡറില്ല. 15 നമ്മളെങ്ങനെയൊക്കെ ആ ഡേറ്റ് ആകുമ്പോൾ കറക്റ്റായിട്ടാണ് ഉണ്ടാക്കും. 30 എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിയണില്ല. ഈ സമയത്തൊക്കെ ഇറങ്ങിയാൽ തന്നെ നല്ല വെയിലേക്കാരം. എല്ലായിടത്തും പോയി ചിലപ്പോൾ ട്രിപ്പ് ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ വണ്ടി ചിലപ്പോൾ തണലത്ത് എവിടെയെങ്കിലൊക്കെ വേറെ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ AC ഇട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. CNG വെറുതെ ഇങ്ങനെ കത്തിച്ച് കളയാന്നല്ലാണ്ട്. അപ്പോൾ അതാണ് ഈ നേരത്തെ ഇറങ്ങാൻ ഭയങ്കര ഒരു മടിയാണ്. ഇറങ്ങണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങണം. ആ ഒരു തണുപ്പുള്ള സമയത്ത്, ഒരു 6 മണി സമയത്ത് വെയിലൊക്കെ ഒന്ന് ഒതുക്കണതിൻ്റെ ആ സമയമാകുമ്പോഴത്തേന് നമുക്ക് ആ ഒരു തിരക്ക് സമയമാകുമ്പോഴത്തേന് 1000 റുപ്യ എങ്ങനെയും ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഏണിങ്സ് കാണുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ടാവും. അത് പെട്ടെന്ന് ഇങ്ങനെ കുടിഞ്ഞിപ്പോൾ ഈ വെയിലത്തുനിന്ന് 0 മുതൽ തുടങ്ങണ്ടേ. അപ്പോൾ അതിലൊരു രസമല്ല. ഞാൻ വെറുതെ CNG അടിച്ചാണ്ട് ആ പൈസ കളഞ്ഞ്. CNG നാളെ അടിച്ചാൽ മതിയായിരുന്നു. CNG ഇപ്പോൾ കണ്ടോ 9 കട്ടുണ്ട്. അപ്പോൾ എന്താണെന്നോ, CNG ഫുൾ ടാങ്ക് അടിച്ചിട്ട് വെറുതെ നിർത്തിടാൻ പറ്റൂല. അതാണ് പ്രശ്നം. വെറുതെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ CNG അങ്ങനെ പോകും, ഗ്യാസല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവലുണ്ട്. അടിച്ചാൽ അപ്പം ഓടണം, എന്നാൽ പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് കിട്ടും. അപ്പോൾ ഞാൻ മുടി വെട്ടണ ആശിക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തിരക്കില്ല പറഞ്ഞപ്പോൾ പിന്നെ ആ പരിപാടികൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോകും. അപ്പോൾ പിന്നെ 2-3 ദിവസം ഞാൻ അവിടെ ഏക്കര നാട്ടിലേക്കര കഴിഞ്ഞ് ചിലപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയ്ക്ക് വരുള്ളൂ. നമ്മളെ വണ്ടി ഇവിടെ ഇട്ട് നിർത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് ഒരു 300 മീറ്റർ അങ്ങോട്ട് ബാക്ക് കണ്ട് പോവാണ്ട്. 2 ഭാഗത്ത് ഫുള്ള് വണ്ടികളാണ്. വലത് ഭാഗത്തും വണ്ടിയാണ്, ഇടത് ഭാഗത്തും വണ്ടികളാണ്.
അവിടെ മുമ്പിലായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് വണ്ടികളാണ്. നമ്മളെ ആഷിക്ക് നമ്മളെ കൂടെയായിട്ട് തന്നെ ആളാണ്. ആഷിക്ക് ഫുള്ള് ടീ വണ്ടിക്കാണ്, പണി എടുക്കണില്ല. ഒരു പണി കൊടുക്കട്ടെ. പിന്നെ കണ്ടിട്ടില്ല. നമ്മളെ മുടിവെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ വാല് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഒരു ഫുഡും കഴിച്ചിട്ട് ഒരു ബിരിയാണിയും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കൂളൻ്റ് മാറ്റൽ തീർന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് കാണാം.